അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജയിൽവാസത്തിന് ശേഷം നവാസ് നമ്മുടെ ഫസീലയുടെ ബെഡ്റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസീല മുകളിലാണ് കിടക്കുന്നത്. അവൾ പരമാവധി പറഞ്ഞിരുന്നു, ഞാൻ പോയിക്കോളാം ഉമ്മ, ഇന്ന് എന്തൊക്കെ തന്നെയാലും ഇവള് സൗദയുണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് നവാസ്ക നിന്നോളും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഐഷുമ്മ സമ്മതിച്ചില്ല. എന്നാൽ സൗദ അപ്പോൾ തന്നെ ഇതെന്ത് ഭ്രാന്തനെന്ന് വിളിച്ചിരുന്നു നവാസിനെ. അത് കേട്ട് നവാസ് വല്ലാതെ വിഷമിച്ചിരുന്നു. എന്നാൽ എന്തെങ്കിലും തിരിച്ചു പറയാൻ നിൽക്കുമ്പോഴേക്കും ഫസീല നവാസ്കയോട് പറഞ്ഞു, വേണ്ടക്ക, സുഖമില്ലാത്തതുകൊണ്ടല്ലേ, അത് ഒക്കെ മാറുമ്പോൾ ശരിയായിക്കോളും, നമ്മൾ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഇൻഷാ അല്ലാ ബുദ്ധിമോശം കൊണ്ട് പറയല്ലേ, ഇക്ക ഒന്നും വിചാരിക്കണ്ട. അങ്ങനെയായിരുന്നു അവൾ നവാസിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. എന്നാൽ പാവം നവാസ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ അന്ന് ഫസീലയുടെ റൂമിലേക്ക് നവാസ് കടന്നു വന്നപ്പോൾ ഫസീല പറഞ്ഞു, ഇക്ക. എന്തടി? ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അത് സൗദ അവിടെ ഉണ്ടാകുമ്പോൾ ഇക്ക എൻ്റെ അടുത്തേക്ക് വരുന്നത് ശരിയാണോ? അതവൾക്ക് പറ്റുമോ? എൻ്റെ ഫസീല, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. ഞാനൊരു മനുഷ്യനാണ്, വിചാരങ്ങളൊക്കെ ഉള്ളത്, മനസ്സിലായല്ലോ? എന്നാൽ അല്പം ദേഷ്യത്തോടെയാണ് നവാസ് അത് പറഞ്ഞത്. ഇക്ക, എന്നാലും അതെ, സുഖമില്ലാത്ത ആ ഭ്രാന്തിയുടെ അടുത്ത് ഞാൻ പോയിട്ട് എന്താക്കാനാ? ഞാൻ അവിടെ പോയി വെറുതെ ഇരിക്കാനോ? ഫസീല, നീയെങ്കിലും എന്നെ മനസ്സിലാക്ക്, ഞാനൊരു മനുഷ്യനാണ്, അത് നീ മറക്കണ്ട. അങ്ങനെ ഫസീലയുടെ നേരെ അങ്ങനെ വാക്കുകൾ മുഴിഞ്ഞപ്പോൾ ഫസീല അല്പം വിഷമിച്ചുവെങ്കിലും ഫസീല പറഞ്ഞു, ഇക്ക ക്ഷമിക്കണം, ഞാനിനി അവൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ്. ഹേയ്, അങ്ങനെയൊന്നുമില്ല, നീ ഇങ്ങ് വന്നേ. നേരെ ഫസീലയുടെ അരികിലേക്ക് നവാസ് എത്തുന്നു. കുഞ്ഞിനെ മിസിരി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ താഴെ ഐഷുമ്മയുടെ കൂടെ തന്നെയാണ് കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐഷുമ്മ പറഞ്ഞു, മക്കളെ, ഓലവിടെ സുഖസുന്ദരമായി കിടന്നോട്ടെ, നമുക്ക് ഇവിടെ കിടക്കാം. കുട്ടിയാക്കും തന്നെ ഐഷുമ്മയുടെ അടുത്ത് കിടക്കുന്നതായിരുന്നു ഇഷ്ടം. ചുരുക്കി പറഞ്ഞാൽ ഫസീലയുടെ റൂമിൽ നവാസ് മാത്രം. അങ്ങനെ നവാസ് ആ വാതിൽ കുറ്റിയിട്ടു. ഇക്ക. എന്താടി? ഫസീല, എന്നെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നത്? ഇക്ക ആകെ ക്ഷീണിച്ചു. മുഖത്തുള്ള ഒരു തേജസ്സും ഓജസ്സും എല്ലാം നഷ്ടപ്പെട്ടു. സാരമില്ല ഇക്ക, അതൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ. എൻ്റെ ഇക്ക ഇവിടം വിട്ട് പോയിട്ടാണ് അങ്ങനെയൊക്കെ. ഫസീല, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്തിക്ക? സത്യം പറയാലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിയ വലിയൊരു അബദ്ധമായി പോയി. എന്ത്? സൗദ വിവാഹം കഴിച്ചത്. ഇക്ക അങ്ങനെ പറയില്ലേ, അവൾ സുഖമില്ലായ്മ കൊണ്ടല്ലേ, പിന്നെ ഒരു കുഞ്ഞുണ്ടായതല്ലേ. ഇനി അങ്ങനൊന്നും പറയില്ലിക്ക, ചേർത്ത് പിടിക്കാം. എൻ്റെ ഒരു അനിയത്തിയുടെ സ്ഥാനം ഞാൻ കൊടുത്തോളാം. അനിയത്തിയുടെ സ്ഥാനം അല്ലേ? നീ അനിയത്തിയുടെ സ്ഥാനമാണല്ലേ കൊടുക്കുന്നത് അവൾക്ക്? പക്ഷേ അവൾ നിന്നെ ശത്രുപക്ഷത്താണ് കാണുന്നത്. ഒരിക്കൽ പോലും അനിയത്തിയുടെ സ്ഥാനമൊന്നും അവൾക്ക് കൊടുക്കണ്ട. അത്തരക്കാരിയാണെങ്കിൽ കുഴപ്പമില്ല ഇക്ക, സാരല്ല, സുഖമില്ലാത്ത കുട്ടിയല്ലേ. എന്നാൽ ഈ സമയം നവാസ് ഫസീലയുടെ കൈകൾ മുറുകെ പിടിച്ചു. പതുക്കെ അവളുടെ കവിളിണകൾ തലോടി. അവളുടെ ആ ചുവന്നു തുടുത്ത ചുണ്ടുകൾ അവൻ പതുക്കെ തൊട്ടു നോക്കി. ഫസീല, എൻ്റെ പെണ്ണ് കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. സന്തോഷത്തോടെ നവാസ് അവളെ വാരിപ്പുണർന്നു. എൻ്റെ പൊന്നുമോള് ഗർഭിണിയായിട്ട് പോലും എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഫസീല നവാസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതെ, അവൻ്റെ കണ്ണുകൾ വികാരനിർഭരമായിരുന്നു. ഫസീലയെ നെഞ്ചോട് ചേർക്കുമ്പോഴും അവളുടെ കവിളുകളിൽ ചുംബിക്കുമ്പോഴും നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതെ, അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ കാണുന്നു. ഇക്ക, എന്തിനു കരയുന്നത് ഇനിയും? പക്ഷേ 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജയിലിലേക്ക് പോകണമെന്നുള്ള ആ ഒരു സങ്കടമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഇക്ക എന്തിനു കരയുന്നത്? ഇത്രയ്ക്കും നല്ലൊരു അവസരത്തിൽ ഇക്ക എന്തിനാ കരയുന്നത്?
കരയല്ലേ ഇക്ക. അവൾ നവാസിനെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം നവാസ് സങ്കടം കൊണ്ട് അവളോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഇക്കാൻ്റെ കുട്ടി നല്ല രീതിയിൽ കഴിയാണ് കേട്ടോ. അതെന്താ ഇക്ക അങ്ങനെ പറഞ്ഞത്? ഒരുപക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ, ഡെലിവറിക്കും കാര്യങ്ങൾക്കൊക്കെ. എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? ഗൾഫിലായിട്ട് പോലും വിളിച്ചാൽ ഓടിയെത്തുന്ന നിങ്ങൾ ഒരു മുംബൈയിൽ ബിസിനസ് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ. മുംബൈ? ആ അതെ, മുംബൈയിലല്ലേ ബിസിനസ്? മുംബൈയിൽ? മുംബൈയിൽ എന്താ എന്താ നിങ്ങൾക്കൊരു തപ്പിപ്പിഴ? എന്താ മുംബൈയിൽ തന്നെയല്ലേ ബിസിനസ്? ശരിക്കും അതാ. അവൾ ചോദിക്കുന്നതിന് കറക്റ്റൊരു ഉത്തരം പറയാൻ കഴിയാതെ ഷാമോൻ എന്താണാവോ പറഞ്ഞത്? അതെ, ഒരുപക്ഷെ ബിസിനസ്സിൽ നിന്ന് എനിക്ക്. നവാസ് അത് പറഞ്ഞു. എങ്കിലും വേണ്ടില്ല, 4 ദിവസമെങ്കിൽ 4 ദിവസം എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം എനിക്ക് കഴിയണം എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ നവാസിനുണ്ടായിരുന്നത്. അവനതൊന്നും പുറത്തു കാണിച്ചില്ല. ഫസീലയോട് സ്നേഹത്തോടെ തന്നെ പെരുമാറി. അങ്ങനെ അതാ അവർ അവരുടെ സന്തോഷകരമായ ആ ഒരു നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ആ രാത്രിയിലെ ആ മഴയുള്ള തണുപ്പുള്ള രാത്രിയിൽ ഫസീലയുടെ മനസ്സിൽ ഭയമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അതായത് സൗദ അവിടെ താഴെയുണ്ട്, അവൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. എന്നാൽ ഒരു നിമിഷം അതാ നവാസിൻ്റെ ആ ഒരു ആലിംഗനത്തിൽ അവളെല്ലാം മതിമറന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അവൾ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് അവർ പതുക്കെ പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നവാസിൻ്റെ കൈകളിൽ അതാ ഫസീല തളർന്ന് വീഴുകയാണ്. അവൻ്റെ എല്ലാ പൗരുഷവും അവൾ അങ്ങ് സമർപ്പിക്കുകയാണ്. പെട്ടെന്നാണ് അതാ വാതിൽ ശക്തമായ മുട്ട്. ഇക്ക. നവാസ് പിടഞ്ഞെഴുന്നേറ്റു. ഇക്ക, ആരാ? വീണ്ടും ശക്തമായ മുട്ടൽ. വാതിൽ ഒന്നൊരിക്കലും അങ്ങനെ മുട്ടില്ല. ഇതിപ്പോൾ ആരോ കോണിപ്പടികൾ കയറി വന്ന്. എന്നാൽ ഈ സമയം താഴെ അതാ സൗദക്ക് ഉറക്കമില്ലായിരുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. എന്താന്നില്ലേ നാണം കെട്ട വർഗം. എന്നെ ഇവിടെ ആക്കിയിട്ട് ഒറ്റയ്ക്ക് സുഖിക്കാൻ പോയിക്കണ്. ഞാൻ സമ്മതിക്കില്ല. അതിന് സൗദ സമ്മതിച്ചിട്ട് വേണ്ടേ? അവളതാ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എല്ലാവരും ഉറങ്ങിയ ആ സമയം, അതെ, ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രം ഇടയ്ക്കിടെ അപ്പുറത്തെ റൂമിൽ നിന്ന് കേൾക്കാം. നാശം, ശല്യം ഇത്. ഈ ഒരു കുട്ടികളെ കൊണ്ട് മനുഷ്യനൊരു സ്വസ്ഥതയില്ല. എൻ്റെ കുട്ടിയെപ്പോലെ ഞാൻ നോക്കിയിട്ടില്ല. എന്നിട്ടപ്പം മറ്റുള്ളൊരു കുട്ടിയുടെ ശബ്ദം കേട്ട് എനിക്ക് ശരിക്കും അതാ സൗദ ദേഷ്യത്തോടെ അവൾ കോണിപ്പടികൾ കയറുകയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ നവാസും ഫസീലയും അവരുടേതായ ആ സുന്ദര ലോകത്തേക്ക് ഇറങ്ങി തുടങ്ങുകയായിരുന്നു. അതെ, അവരുടെ മധുര സ്വപ്നങ്ങൾ, ഇത്രയും ദിവസം ജയിലിൽ കിടന്ന ആ ഒരു വിഷമം, ടെൻഷൻ, അതെല്ലാം മാറ്റിവെച്ച് സുഖസുന്ദരമായ അവരുടെ ലോകത്തേക്ക് നവാസും ഫസീലയും യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ നല്ല ശക്തമായ മഴയും പെയ്യുന്നു. ആ മഴയുടെ ആ ശബ്ദവും ആ ഒരു തണുപ്പും എല്ലാം കൂടി ആസ്വദിച്ച് തൻ്റെ പ്രിയപ്പെട്ട പുതു മണവാളൻ്റെ കീഴിലായിട്ട് ഫസീല ഒതുങ്ങുകയായിരുന്നു. അതിനിടയിൽ അതാ നവാസ് അവൻ്റെ എല്ലാ സുഖങ്ങളും അവൾക്ക് വേണ്ടി നൽകുന്ന തിരക്കിലാണ്. എന്നാൽ അപ്പോഴാണ് നല്ല തണുത്ത മഴ, നല്ലൊരു കാറ്റ്, എല്ലാം കൂടി അവരുടെ ആ ഒരു സുന്ദരമായ മുഹൂർത്തത്തെ വളരെയധികം ഉച്ചിയിലെത്തിക്കുന്ന ആ ഒരു സമയത്താണ് വാതിലിൽ മുട്ടുകേട്ടത്. താഴെ സൗദ ഒരു മനസ്സമാധാനവുമില്ലാതെ അതാ അവൾ കിടന്ന് മറിയുകയായിരുന്നു. എന്നാൽ അവൾക്ക് തോന്നി, ഇല്ല, സൗദ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പം അവർ നല്ല ആൾക്കാരാവണ്ട, അങ്ങനെ അവർ സുഖിക്കണ്ട, അതിന് സൗദ സമ്മതിക്കില്ല. പിന്നെ ഞാനതങ്ങ് സമ്മതിക്കേ.
അവൾ പതുക്കെ പതുക്കെ ആ കോണിപ്പടികൾ കയറി. ഒരു പക്ഷേ ഐഷുമ്മയെങ്ങാനും അത് കണ്ടാൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കും തിരിച്ച്. തള്ള അറിയാൻ പാടില്ല. തള്ളയുടെ വിചാരം ഞാൻ കാല് കുഴഞ്ഞ് കിടക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഒരിക്കൽ പോലും ഞാൻ അതിന് സമ്മതിക്കില്ല. അവൾ അതാ നേരെ ഫസീലയും നവാസും കിടക്കുന്ന ബെഡ്റൂമിലെത്തി. ബെഡ്റൂമിൻ്റെ വാതിലിനരികിലെത്തി. പതുക്കെ പതുക്കെയാണ് കോണിപ്പടികൾ കയറിയത്. ഓരോ അടി വെക്കുമ്പോഴും സൂക്ഷിച്ച് ശ്രദ്ധിച്ച്. ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റൊക്കെ ഓഫാണ്. പിന്നെ ആ മുകളിലത്തെ റൂമിൻ്റെ ലൈറ്റിൻ്റെ ചെറുതായിട്ട് നേരിയ പ്രകാശം ഡൈനിങ് ഹാളിലൂടെ അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവൾ പതുക്കെ പതുക്കെ അതാ കോണിപ്പടികൾ കയറി പോവുകയാണ്. ആ പെരും മഴയത്ത് അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ വേറെ പലതുമായിരുന്നു. സൗദ സമ്മതിച്ചിട്ട് വേണ്ടേ നിങ്ങൾക്ക്? ആഹാ, നിങ്ങൾ അങ്ങനെ അങ്ങ് സുഖിക്കാൻ വരട്ടെ. 2 മക്കളായി, വീണ്ടും മൂന്നാമത്തത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ? ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നാൽ അവൾക്ക് ഭയമായിരുന്നു താഴേന്ന് ഐഷുമ്മ നോക്കുന്നുണ്ടോ എന്ന്. ഒരു പക്ഷേ ഐഷുമ്മ എങ്ങാൻ അത് കണ്ടാൽ സൗദ ഇവിടെ വന്നേ, എങ്ങോട്ടേക്ക് കയറിപ്പോണേ എന്ന് പറഞ്ഞ് വിളിക്കുമെന്നുള്ള കാര്യം അവൾക്ക് ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ അവളതാ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് മുകളിലത്തെ റൂമിൽ പോവുകയാണ്. വാതിലിന് തൊട്ടടുത്തായിട്ട് എത്തിയപ്പോൾ അതാ നവാസിൻ്റെ ആ ഒരു ശബ്ദം. ആ പെരുമഴയത്ത് നവാസിൻ്റെ ആ പൗരുഷം കലർന്ന ശബ്ദം. എന്താടി, എന്തു പറ്റി? ഇക്ക ഇക്ക എനിക്ക് എന്താ എന്താ എന്തു പറ്റി? എന്തല്ലേ ഇക്കാൻ്റെ കുട്ടിക്ക് വേണ്ടത്? നവാസിൻ്റെ ആ ശബ്ദവും ഫസീലയുടെ ആ ഒരു ശബ്ദവും കൂടി മിക്സായി പല രീതിയിലുള്ള ശബ്ദങ്ങൾ. അത് സൗദ ചെവിയോർത്തു. അവൾ വാതിലിനടുത്ത് അതാ ചെവി കൂർപ്പിച്ച് നിന്നു. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അവൾ വാതിൽ പഴുതിലൂടെ പതുക്കെ നോക്കി. ഇല്ല, ഒന്നും വ്യക്തമല്ല. ചെറിയ നേരിയ ഒരു ലൈറ്റുണ്ട്. പക്ഷേ ആ ശബ്ദം അത് അവൾ ശരിക്കും ചെവി വെച്ച് കേട്ടു. ഇക്ക ഫസി എന്തു പറ്റി? അതെ, 2 പേരുടെയും ആ ഒരു ശ്വാസം കലർന്ന സംസാരങ്ങൾ. ശരിക്കും സൗദ അത് ചെവി കൂർപ്പിച്ച് നിന്നു. അവൾക്കത് സഹിച്ചില്ല. അവൾ ശക്തമായി വാതിൽ മുട്ടി. സമ്മതിക്കില്ല ഞാൻ. ആഹാ, അവര് വീണ്ടും അവളതാ ശക്തമായി വാതിൽ തട്ടുന്നു. എന്നാൽ നവാസ് പിടഞ്ഞെണീറ്റു. അതെ, അവരുടെ ആ ഒരു സുഖസന്തോഷ നിമിഷങ്ങൾ മുഴുവനാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് എണീറ്റു. ഇക്ക ആരാ, എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫസീലയും എഴുന്നേറ്റു. എന്നാൽ പൊടുന്നനെ തന്നെ സൗദ താഴോട്ട് ഇറങ്ങി ഓടി. ഒന്നും അറിയാത്ത രീതിയിൽ അവളുടെ റൂമിൽ പോയി കിടന്നു. എന്താന്നില്ലേ കള്ളന്മാരവിടെ കളിക്കണത്? എന്താന്നില്ലേ എന്നെ വിട്ടിട്ട് അവരുടെ പേര് സുഖിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ആഹാ, എന്താന്നില്ല കൊല്ലും ഞാൻ. നവാസിനെ അല്ലെങ്കിൽ ഫസീലാനെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ കൊല്ലും, ഉറപ്പാണ്. ഞാൻ സമ്മതിക്കൂല. അവർ എന്നെ ഇവിടെ ആക്കിയിട്ട് 2 പേരും. എന്നാൽ ഈ സമയം അതാ നവാസ് വാതിൽ തുറന്നു. ഇക്ക ആരാ? ആരുമില്ലല്ലോ ഇവിടെ. ഒരു നിമിഷം അതാ അവൻ കോണിപ്പടിയുടെ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കി. ഉമ്മ എന്നെ വിളിച്ചോ? ഇക്ക. പാവം നമ്മുടെ നവാസും ഫസീലയും നല്ലൊരു നിമിഷത്തിലായിരുന്നു. അത് പൂർത്തിയാക്കാൻ പോലും സൗദ സമ്മതിച്ചില്ല. നവാസ് പതുക്കെ താഴേക്ക് വന്നു. ഉമ്മ എന്നെ വിളിച്ചു. മോനെ. അല്ലാ, എന്തേ കുട്ടിയെ? എന്തിയപ്പാ എന്തിയേ? ഉമ്മ എന്നെ വന്ന് വിളിച്ചോ? ഇല്ലല്ലോ, ഞാൻ ഇപ്പോൾ മണ്ടിപ്പാച്ചിലോണ്ടൊക്കെ ആണ് കിടന്നുറങ്ങി. കുട്ടികളതിൻ്റെ ഒപ്പം കിടക്കണ നല്ല മട്ടത്തിന് ഓലപ്പം തന്നെ ആണ് കിടന്നു ഞാൻ. അല്ല ഇപ്പം എന്താ, നല്ല മഴയും തണുപ്പും. ഈ തണുപ്പത്തും മയത്തും പിന്നെ ഇപ്പം ഇനി വർത്താനം വന്നിട്ട് കാര്യമില്ല വിചാരിച്ച് കണ്ടാണ് ഞാൻ വേഗം പോയി കിടന്നത്. എന്നാലേ എല്ലാവരും കിടക്കുള്ളൂ. അല്ലേ നവാസൊക്കെ ഇരുത്തിരിക്കുമെന്ന് വിചാരിച്ച് കണ്ടേ ഞാൻ തന്നെ വേഗം പോയി കിടന്നത്. അല്ലുമ്മ,
എന്തി മോനെ എന്തി ഉറക്കത്ത് കണ്ടോ? ഇല്ലുമ്മ. എന്നാ ചെല്ലി പോയി കിടന്നോളി, രണ്ടാളും പോയിക്കോളി അങ്ങോട്ട്. എന്താ ഫസീൽ അങ്ങോട്ട് ഇറങ്ങി നേരം അങ്ങോട്ട് കയറിപ്പോയിക്ക. ഫസീൽ ഇറങ്ങി വന്നപ്പോഴേക്കും ഉമ്മ അവളെ ആട്ടി. അപ്പോൾ അവൾ നേരെ റൂമിലേക്ക് തന്നെ വന്നു. എന്താപ്പത്? എന്നാൽ നവാസിനെ ഒന്നിനും സമ്മതിക്കാത്ത രീതിയിൽ അവൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ജഗ്ഗിൽ നിന്ന് അവൻ വെള്ളമൊഴിച്ചു. മോനെ വേഗം പോയി കിടന്നേ. അമ്മ കിടക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. മോനെ എന്തെങ്കിലും ഉറക്കത്ത് കണ്ടച്ച്? ഇല്ലുമ്മ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ പോയി കിടന്നാണി, വേഗം ചെല്ലി. അപ്പോൾ തന്നെ നവാസ് അവിടെ ഇരിക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും ഉമ്മ അത് പറഞ്ഞു. എന്നാൽ നവാസ് പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ നേരെ പോയത് സൗദ കിടക്കുന്ന റൂമിലേക്കായിരുന്നു. എന്നാൽ സൗദയുടെ വാതിൽ പതുക്കെ അവൻ തുറന്നു. സൗദ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. സൗദ ഉറങ്ങിയില്ലേ? വല്ലാത്ത ക്ഷീണിക്ക. എന്തു പറ്റി? ഒന്നുമില്ലക്ക, എനിക്ക് എന്തെന്നില്ലാത്തൊരു ക്ഷീണം, ഒരു പൊറുതിയേട്, ഒറ്റക്കായിട്ട് എന്തൊക്കെയാ തോന്നുക. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെ കൂടെ കെടുത്താൻ. നിനക്കതിന് കുഞ്ഞിനെ കെടുത്തിയാൽ പിന്നെ അത് ഉണരുമ്പോൾ പാല് കൊടുക്കുക എന്നെ കൊണ്ട് കഴിയൂലല്ലിക്ക. ഇക്ക വെരി പ്ലീസ് വെരി. എന്നാൽ നവാസിനെ കണ്ടപ്പോൾ തന്നെ സൗദ എഴുന്നേറ്റ് അവനെ പിടിച്ചു വെച്ചു. ഇക്ക വാതിലടിച്ചോളി. സൗദ നീ ഓക്കെയാണോ? ഇക്ക എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതി ഇക്ക വെരി. സ്നേഹത്തോടെ സൗദ വിളിക്കുമ്പോൾ ഒരു നിമിഷം നവാസ് പെട്ടുപോയ അവസ്ഥയിലായി. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ഫസീല എനിക്ക് വേണ്ടി അവിടെ കാത്തു കിടക്കുന്നു. പക്ഷേ അപ്പോഴേക്കും സൗദ ഞാൻ വരാം, തൽക്കാലം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാം. ഇക്ക എന്തിനാ എൻ്റെ അടുത്ത് നിന്നൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്? പോരെ വെരി. നവാസിനെ അവൾ കൈ പിടിച്ച് അവളുടെ ബെഡിലിരുത്തി. ഇക്ക എനിക്ക് വയ്യ, എൻ്റെ കാലൊക്കെ നല്ലോണം ഒഴിഞ്ഞു തരുമോ? തരാം. അതെല്ലാം ഭ്രാന്തനായ ഒരാൾ കാലൊഴിയുന്നതിൽ പ്രശ്നമുണ്ടോ? ശരിക്കും നവാസ് പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും? ബുദ്ധിമോശം എപ്പോഴും ഉണ്ടത് ഇടക്കാണോ? എൻ്റെ പൊന്നിക്ക് നിങ്ങൾ ഇവിടെ കിടന്നാണി എൻ്റെ കൂടെ. എന്നാൽ അതാ നവാസിനൊട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അവളുടെ സ്വഭാവവും കാട്ടിക്കൂട്ടലും എല്ലാം അങ്ങനെയായിരുന്നു. അവന് ഫസീലയുടെ മുഖമായിരുന്നു മനസ്സിലേക്ക് കടന്നു വന്നത്. തനിക്ക് വേണ്ടി അതെ കാത്തിരിക്കുന്ന ഫസീല. അവൾ പലവട്ടം പറഞ്ഞതാണ് എന്ന് സൗദിയുടെ അടുത്ത് നിൽക്കാൻ. പക്ഷെ എൻ്റെ പണിയാണ്, ഞാനായിട്ടാണ് അവളെ പിടിച്ചു വെച്ചത്. അവൾ ആ സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ ഉമ്മയും പറഞ്ഞു ഇന്ന് ഇവിടെ നിന്നോളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നവാസിന് പിന്നെ ആരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം എൻ്റെ ഫസീല. സൗദ ഞാനിപ്പോൾ വരാം. വേണ്ട ഇക്കയെ ഞാൻ വിടില്ല, ഇക്ക എൻ്റെതാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ശരിക്കും അത് സൗദിയുടെ ആ സ്വഭാവം കണ്ടപ്പോൾ നവാസിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, 4 ദിവസം മാത്രമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്, തിരിച്ചു പോകണം. പക്ഷേ എൻ്റെ ഫസീലയുടെ കൂടെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുന്നേ എനിക്ക് തോന്നിയില്ല. അതെ, അതുകൊണ്ട് തന്നെയായിരുന്നു ഫസീലയെ പറഞ്ഞേക്കാതിരുന്നത്. പക്ഷെ അപ്പോഴേക്കും എന്നാൽ അതാ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്ത. എന്നാൽ ഇപ്പോൾ ആരായിരിക്കും വാതിൽ മുട്ടിയത്? നല്ലോണം വാതിൽ മുട്ടി കുലുക്കി വിളിച്ചിട്ടുണ്ട്, പക്ഷേ ശബ്ദം പുറത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി വാതിലൊക്കെ നല്ല രീതിയിൽ ഈ രീതിയിൽ കുലുങ്ങിയിട്ടുണ്ട്. പാവം എൻ്റെ ഫസീല. ഞാനിപ്പോൾ വരാം, എനിക്ക് ഡ്രസ്സൊന്ന്. എൻ്റെ പൊന്നിക്ക ഞാൻ വിടില്ല നിങ്ങളെ. എന്നാൽ സൗദ അവനെ അവിടെ പിടിച്ചു വെക്കുകയായിരുന്നു. നവാസ് എന്തെന്നില്ലാത്തൊരവസ്ഥയിലായി. എന്താ സൗദ നീ ഇങ്ങനെ? നിനക്ക് എന്നെ പറ്റില്ലല്ലോ. പലപ്പോഴും നീ എന്നെ വേണ്ടാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ നിൻ്റെ അടുത്ത് നിൽക്കുന്നത്?
ഞാൻ നിനക്ക് വേണ്ടി കാവലിരിക്കാനാണ് വന്നത്. അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് നവാസ് അവിടെ നിന്ന് ശക്തമായി അതാ പോകുവാൻ നിന്നപ്പോഴേക്കും സൗദ ഉറക്കെ കരഞ്ഞു. എന്നെ വിട്ടത് പോകുന്നു നവാസ്ക, നവാസ്ക എന്നെ വിട്ട് പോകുന്നു ഉമ്മ, എന്നെ വിട്ട് പോകുന്നതാ ഉമ്മ, നവാസ്ക പോകുന്നു. അതെ, സൗദ ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ ശരിക്കും നവാസ് ഗതി കെട്ടുപോയി. റബ്ബേ, ഏത് നിമിഷത്തിലാണ് എനിക്കത് തോന്നിയത് അറിയുന്നില്ല. എന്നാൽ നവാസ് അതാ, എന്താടാ, എന്താ മോനെ, എന്താ കാട്ടണേ? എൻ്റെ പൊന്നാരൻ നവാസെ, എന്താണ് അവിടെ ഒച്ചപ്പാട്? ഐഷുമ്മ ഓടിയെത്തി. അതെ, ഷമ്മാസും നുസൈബയും ഉണർന്നു. അപ്പുറത്തുനിന്ന് റാഹിലയും ഉണർന്നു. പാവം സെമീറയും എല്ലാവരും ഉണർന്നു. ശരിക്കും ഒച്ചപ്പാടും ബഹളവും. എന്താ റബ്ബേ, ആ പെണ്ണിനെ ഇളകി വെച്ച് ചെയ്തോ? ഐഷുമ്മ ഓടിയെത്തി. പൊന്നാര നവാസേ, ഇത് ശരിയാവൂലട്ടോ പൊന്നാര നവാസേ, ഇതിനിപ്പോൾ എന്തിൻ്റെ കേട്? ഈ കണ്ട ആൾക്കാരൊക്കെ ഉറക്കനെ വിളിച്ചു ഉണർത്തുകയാണല്ലോ ഇവിടെ ചെയ്യണത്. കെടുക്കണോടത്തോടെ കിടന്നോട്ടെ വെച്ചാൽ പോരേനോ? എന്നാൽ ശബ്ദം കേട്ട് ഫസീലയും താഴത്തേക്ക് ഇറങ്ങി വന്നു. അതെ, ഒരു നിമിഷം നവാസ് അവളുടെ മുഖത്തേക്ക് നോക്കി. പാവം ഫസീല. അതെ, അവളെ ഞാനായിട്ടാണ് ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. പക്ഷേ ഒന്ന് മുഴുവനാക്കുവാനോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാനോ ഒന്നും കഴിയാത്ത രീതിയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ ഒരു സ്നേഹസ്വർഗം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. തുറക്കേണ്ടില്ലായിരുന്നു വാതിൽ. എന്നാൽ ഫസീലയും കൂടി ഇറങ്ങി വന്നപ്പോൾ സൗദ ചോദിച്ചു, എന്താ നിങ്ങളെല്ലാവരും എന്നെ എങ്ങനെ നോക്കണത്? ഞാൻ പിരാന്തത്തി ആയിട്ടാണല്ലേ നിങ്ങൾ എന്നെ നോക്കണത്? എനിക്ക് വയ്യാത്തോണ്ടല്ലേ? എൻ്റെ നവാസ്ഖാനെ ഞാൻ എങ്ങോട്ടും വിടൂല. ശരിക്കും നവാസിനെ അവൾ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചു. എന്നാൽ ഷമ്മാസിന് കാര്യം ഏറെക്കുറെ മനസ്സിലായി. ഇത് സംഭവം അഭിനയം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. മുഹ്സിൻ തങ്ങളെ വിളിക്കേണ്ടി തന്നെ വരും. മിക്കവാറും ഓളൊന്ന് അടിച്ചിറക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് സംഭവം നടക്കുള്ളൂ. ഇത് ഷെയ്ത്താന് ഓൾ മേത്തല്ല, ഓളന്നെ വലിയ ഷെയ്ത്താനാണ്. എന്താ ഇപ്പം ചെയ്യുക ഇങ്ങനെയൊക്കെ ആയാൽ? എന്നാൽ ഷമ്മാസിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്നാൽ നവാസ്ക്ക് നിങ്ങൾ പോയി കിടന്നോളി, അതിവിടെ സ്ഥിരം ഉണ്ടാകണം തന്നെയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷമ്മാസ് അവിടെ നിന്നു. എന്നാൽ ഷമ്മാസ് അത് കേട്ടപ്പോൾ, ഷാമോൻ ഇവിടെ നിൽക്കുകയാണോ? അവളുടെ ആ ഒരു ചോദ്യം. എന്നാൽ ഷമ്മാസിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതായത് ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അത് അവളുടെ ഉമ്മയുടെ കൂടെ സ്വഭാവം ആണ്. അതാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയത്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ആയി തീർന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നവാസിനെ ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ പോലും സമ്മതിക്കാതെ അതാ അവൾ പിടിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് അതിൽ ഇടപെട്ടു. അത് സൗദ, നവാസ്ഖാൻ്റെ കൈയോടെ, നവാസ്ഖാക്ക് റെസ്റ്റ് എടുക്കണം. നിന്നെ ഈ പാതിരാത്രി മുഴുവൻ നോക്കിയിരുന്നാൽ നവാസ്ഖാക്ക് നാളെ ബിസിനസ്സിന് തിരിച്ചു പോകാനുള്ളതാണ് 2 ദിവസത്തിനുള്ളിൽ. വേണ്ട, എൻ്റെ നവാസ്ഖാനെ വിടില്ല. എന്താ നിങ്ങളിങ്ങനെ? ഇത്രയും ദിവസം നവാസ്ഖ ഉണ്ടായിട്ടാണോ നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്? ഭ്രാന്തനെന്നോ അതൊന്നൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ? എൻ്റെ നവാസ്ഖാൻ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ എത്രയായാലും അത് ഷാമോനെ, ഞാൻ അപ്പോഴത്തെ ഒരു കോലം രൂപം കണ്ടോ? ഇപ്പം സുന്ദരനേക്കണ്, ഇപ്പം സുന്ദരനുണ്ട് നവാസ്ക അല്ലേ? നവാസ്ക സുന്ദരനല്ലേ? ശരിക്കും നവാസിന് എന്ത് പറയണമെന്നായി ഇപ്പം നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ റൂം പോയിക്കോളി. ഷമ്മാസ് അവരെ സപ്പോർട്ട് ചെയ്തു. നവാസ്ക നിങ്ങൾ എന്നെ വിട്ട് പോലിട്ടോ, എനിക്ക് നിങ്ങൾ വിട്ട് പോയ ഉറക്കം വരൂല, എനിക്ക് എങ്ങോട്ടൊക്കെ ഇറങ്ങി പോകണം തോന്നും. എന്നാൽ നവാസ് എന്ത് പറയണമെന്നുള്ള അവസ്ഥയിലായി. എന്നാൽ ഐഷും ഇടപെട്ടു. അല്ല, നവാസിനെ ഇങ്ങനെ പിടിച്ചിരുത്താനാണ് എൻ്റെ പ്ലാനിങ്? ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നോട്ടെ നവാസ്ക. പിന്നെന്താ, ഓന് ഉറക്കും ക്ഷീണമൊന്നുമില്ലേ? ഓനൊന്നും എൻ്റെ കുട്ടി വലിയൊരു യാത്ര കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും ഓനക്കുണ്ടാവും. ഇജ്ജ് ഇടങ്ങാറാക്കല്ലേ, എൻ്റെ കുട്ടീനെ വിട്ടുകൊടുത്താ എന്താന്നില്ല. വേണ്ട, ഫസീലാൻ്റെ അടുത്തേക്ക് ഞാൻ വിടൂല. ഫസീലത്ത എൻ്റെ ഭർത്താവിന് സ്വന്തമായിട്ട് എടുക്കാനാണ്. എന്നാൽ അത് കേട്ട് ഐഷുമ്മക്ക് ദേഷ്യം വന്നു. സൗദ, നല്ല മട്ടത്തിന് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കി വിട്ടതാ. ഇതെന്താ പിരാന്തം കോലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ഫസീലാനെ ഇവിടെ പിടിച്ചു വെച്ചതും. ഫസീലാനെ പിടിച്ചു വെച്ചതോട് കൂടി ആണ് എൻ്റെ സ്വഭാവം മാറിയത്. എനിക്ക് മനസ്സിലായിക്കണേ. അല്ല എൻ്റെ ഇവനെ, ഇജ്ജ് എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ നട്ടപ്പാതിരക്ക് ഇറങ്ങി വന്നത്? ഉമ്മ വാതിലിൽ ശക്തമായി മുട്ട് കേട്ടു. അപ്പോൾ നിങ്ങളാണെന്നൊക്കെ വിചാരിച്ചു കാണ്ട്. പൊന്നാരൻ്റെ മോനെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഞാൻ എന്താ പൊട്ടത്തിയാണ് അങ്ങനെ ചെയ്യാൻ?
ഒരു ഭാര്യയും ഭർത്താവും കിടക്കണ റൂമിൻ്റെ വാതിൽക്ക് പോയി മുട്ടാനല്ലേ പൊട്ടത്തിയൊന്നല്ല ഞാൻ, മനസ്സിലായിക്കോ. അങ്ങനത്തെ പൊട്ടത്തിനും ഇവിടെ ആരാ ചെയ്യണത്? ആരും ചെയ്യൂല. അത് കേട്ടപ്പോൾ സൗദക്ക് അല്പം ഭയം തോന്നി. ആഹാ, അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചില്ല. ആരാ അവിടെ മുട്ടാന്? ഒരു കുട്ടിയും വരൂല മുട്ടാന്. ആര് വരുന്നേ? എന്താന്നില്ലേ? സൗദ, ഇജ്ജ് മുട്ടിയോ? ഞാനോ? അയ്യേ, നാണക്കേടല്ലേ. ഞാൻ നവാസ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞതാണ്. അയ്യേ, എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല. അവരവിടെ കിടന്നതും കാട്ടിക്കൂട്ടണമെന്നും ഒക്കെ കണ്ടും കേട്ടും ഞാൻ സഹിച്ച് അവിടെ പോയി മുട്ടുക. എന്താന്നില്ലേ, അതിന് സൗദനെ കിട്ടൂല നിങ്ങൾക്ക്. ശരിക്കും സൗദിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ് വരുന്നത്. ഇനി മുട്ടിയതൊക്കെ മുട്ടി. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് മുട്ടാ എൻ്റെ പൊന്നാര മോനജ് വാതിൽ തുറക്കരുത്. അത്ര അന്നെ വിളിച്ചും അന്നെ ഞാനാണേ വിളിച്ചു ആവശ്യത്തിനാണെങ്കിൽ മോനെ നവാസേന്ന് വിളിച്ചാൽ ജോ അതിലിറന്നാൽ മതി. അല്ലാതെ ആരും വന്ന് മുട്ടി അരച്ച് കണ്ടെന്നും. അത് ചിലപ്പം സെമീർത്തിയോ അത് ചിലപ്പം മിസിരി ആയിരിക്കും. മിസിരി ഒരായിലൊക്കെ ആയിരിക്കും മുട്ടിയത്. പൊന്നാര കുട്ടിച്ച് ഓല മേത്തുക്കൊന്നിറണ്ട. എന്നാൽ അത് കേട്ട് മിസിരി, ഉമ്മ ഞാനല്ലോ ഉമ്മ, ഞാനത് ഇപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും എണീറ്റപ്പോഴാണ് ഞാൻ എണീച്ചത്, ഞാനല്ലോ ഉമ്മ. പാവം മിസിരി. ആർക്കറിയാം, കല്യാണം കഴിക്കാതെ ഓരോന്നൊക്കെ ഇവിടെ ഉണ്ടല്ലോ വന്ന് കൂട്ടി നിൽക്കണ്. അതോ ഞാൻ റായിലേ ഒന്നും പറയാൻ പറ്റൂല. എന്താന്നില്ലേ എൻ്റെ പൊന്നാര സൗദ, മിസിരിയൊന്നും അങ്ങനത്തെ പണി ചെയ്യൂല. ഇജ എൻ്റെ സ്വഭാവം ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കൂല. എന്തുമ്മ, ഞാനങ്ങനെ ചെയ്യോ? ഉറപ്പാണല്ലോ? ഉറപ്പ്, സത്യമായിട്ട് ഉമ്മയാണ് സത്യം. ഞാൻ ഒരിക്കലും എന്നാലേ ഞാൻ പറഞ്ഞ ഇവിടെ കേൾക്കണം. നവാസേ പോയിക്കാ. ഉമ്മ, നവാസ്ക്ക് പോയവൻ എനിക്ക് പേടിയാവും. ഞാൻ എൻ്റെ അടുത്ത് കിടക്കണമെന്ന്. ഇന്ന് ഞാനാണ് ഇവിടെ കിടക്കണത്. എനിക്ക് നവാസ്ക്ക് ഇല്ല, ഞാൻ പേടിയാവും ഈ റൂമിൽ കിടക്കാനേ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. ഞാനാണ് ഈ കട്ടുമ്പോൾ ഇനി കിടക്കണത്. അല്ലേ അങ്ങോട്ട് നിലത്തേക്ക് പോരും, എനിക്ക് അത്ര പേടിയാണെങ്കിൽ. ഉമ്മ, ഞാൻ നവാസ്കല്ലാതെ നവാസ്കാന്ന് കിട്ടൂല. നവാസ്ക എനിക്ക് നാളെ കിട്ടും. നവാസേ പോയിക്കാ, നീച്ചോടന്ന്. നവാസ് എന്ത് പറയണമെന്നറിയാതെ ആ ആളുകളുടെ ഇടയിലേക്ക് ആകെപ്പാടെ വഷളായ രീതിയിൽ ഐഷുമ്മ നവാസിനെ ആട്ടിവിട്ടു. ചെല്ലങ്ങോട്ട് മേലേക്ക്. ഇനി വാതിലിനെ മുട്ട് ഞാൻ വിളിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഷാമോൻ വിളിച്ചാണെങ്കിൽ, ആരെങ്കിലും ഒന്ന് വിളിച്ചാണെങ്കിൽ മാത്രം വാതിൽ തുറന്നാൽ മതി. ഒരു മുട്ട് കേട്ടു എന്ന് വിചാരിച്ച് കാണും മണ്ടിപ്പാഞ്ഞ് വന്നും കഴിഞ്ഞ് തുറക്കാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? അങ്ങനെ അതാ നവാസിനെ ഉമ്മ ആട്ടിവിട്ടു മുകളിലേക്ക് തന്നെ. എന്നാൽ ദേഷ്യം കൊണ്ട് സൗദ വിറച്ചു. ഉമ്മ അവിടെ തന്നെ നിന്നു. പൊന്നാര സൗദ, അനക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാൽ പോരെ? നവാസ് എൻ്റെ നേർക്ക് നല്ല മട്ടത്തിന് വന്നപ്പോൾ ഇജോനെ കളിയാക്കി വിട്ടിട്ടും ഇജി പിരാന്തനെന്ന് പറഞ്ഞിട്ടും ഓനെ മനസ്സാകെ ഇടങ്ങാറിയിക്കണ്. അങ്ങനെയുള്ള പുതിയ മാപ്പിളാരിഞ്ഞിപ്പോൾ എങ്ങനെയൊക്കെ തന്നെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇജി എന്തൊക്കെയോ ഓനപ്പൂത്തിന് പറഞ്ഞു. എൻ്റെ കുട്ടിന്ന് താടിയും മുടിയെന്ന് വളർന്ന് വന്നപ്പോത്തിന് എൻ്റെ കുട്ടിക്ക് എന്തായി? അപ്പോത്തിന് എനിക്ക് എൻ്റെ സ്വഭാവം മാറി. എന്തിനാണ് നിങ്ങളൊക്കെ ഓൻ്റെ പൈസ മതിയാ? ഓനെ പൈസക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിതൊക്കെ ആക്കിയത്? എനിക്കറിയില്ല എൻ്റെ പൊന്നാരെ. ദയവായി ഇനി എങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു മനുഷ്യൻ അത്രയും ഒരു മനുഷ്യൻ്റെ രൂപം കോലൊക്കെ പഠിച്ചോന് പല രീതിയിലും മാറ്റും. ഞമ്മക്കിപ്പോൾ ഇന്നാണേ നാളെ ഒരു അസുഖം വന്നാൽ ഈ തണ്ടും തടിയും ഈ ഒരു ഉഷാറും ഈ ഒരു നിറമൊക്കെ പോയി നമ്മളെ രൂപം കണ്ട് മാറും. നമ്മൾ മനുഷ്യരൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഈ നല്ല മട്ടത്തിന് ആയത്തിൽ കുറിച്ചൊക്കെ നല്ലോണം ചെല്ലി ഊതിക്കാണ്ടൊന്നും ഒഴിഞ്ഞ് കിടന്ന ഉമ്മ നമുക്ക് നവാസ്ക. എന്ത് നവാസ്കാനെ വിളിക്കുമോ? എന്തിനെനിക്ക് കളിയാക്കി വിടാനോ? ഓൻ എൻ്റെ കുറേ ഉറക്കം വെച്ച് എന്നെ നോക്കിക്കണേ. ആശുപത്രിയിൽ ഓൻ തന്നെയേനു. ഞാൻ പറഞ്ഞയച്ചേനെ നല്ല മട്ടത്തിലായിക്കോട്ടെ വിചാരിച്ച് കണ്ട്. പാവാം ഫസീലും പറഞ്ഞു ഞാനും നോക്കിക്കോളാം, എൻ്റെ അഞ്ചത്തിൻ്റെ സ്ഥാനത്താണ്. ഓളൊന്ന് ഇവിടുന്ന് പോകാൻ നിൽക്കുക. ഞാനാണ് ഓളെ പിടിച്ച് വെച്ചത്. ഞാൻ പറഞ്ഞു ഒന്ന് പോലെ പൊന്നാരൻ്റെ ഫസീല, ഇജിന്ന് ഇവിടെ നിൽക്ക്, നവാസ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇന്ന് ഇജ് പോയാൽ ശരിയാവില്ല എന്ന് ഞാനായിട്ട്. കാരണം ഓൾക്ക് രാത്രി ചിലപ്പോൾ നേരം വെളുക്കോളം എനിക്ക് വേണ്ടി കാവലിക്കേണ്ടി വരും. അങ്ങനെ കുറേ നിന്നതുമാണല്ലോ എൻ്റെ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയണത് പൊന്നാര ഫസീല പോകല്ലേ എന്നുള്ളത്. എന്നിട്ടിപ്പോൾ വല്ലാത്തൊരു പുതുമ. എന്നാലും ഇപ്പോൾ ആരായിരിക്കും ആ വാതിലിനെ മുട്ടിക്കണ്? ഉമ്മ, ഞാൻ ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെ ചെയ്യൂല. എന്നാൽ അവിടെ നല്ല മട്ടത്തിൽ കിടന്നോ, ഞാൻ എന്നെ നോക്കിയിരുന്നോളാം. ശരിക്കും ഐഷമ്മയുടെ വാക്കുകൾ കേട്ട് അവളാകെ ചമ്മിപ്പോയ പോലെയായി. ഒന്നും നടന്നില്ല. നവാസ്കാനാണെങ്കിൽ ഉമ്മ പറഞ്ഞേക്കും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ദേഷ്യം കൊണ്ട് ഉറക്കമേ വന്നില്ല. അവൾ എഴുന്നേറ്റിരുന്നു. എന്നാൽ ഐഷുമ്മക്ക്
ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയതുപോലെ തന്നെ സൗദയല്ലാതെ മറ്റാരും വാതിലിന് മുട്ടാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. അവള് അത്രക്ക് നല്ല ആളൊന്നല്ല. ശരിക്കും ഉമ്മാക്ക് അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഉമ്മ മൗനം പാലിച്ചു. വേണ്ട, വെറുതെ വഷളാക്കണ്ട എന്ന് കരുതിയിട്ട്. എന്തൊക്കെ തന്നെയായാലും നവാസ് ഫസീലയുടെ റൂമിലേക്ക് വീണ്ടും പോയി. ഇൻഷാ അല്ലാ ഇനി എന്തായി തീരും. സൗദക്ക് ഉറക്കമേ വരുന്നില്ല. അതെ, നവാസിന് ശരിക്കും എന്തൊക്കെയോ തോന്നി തുടങ്ങി. എന്നാൽ ഫസീല പറഞ്ഞു, ഇക്ക സാരല്ല, എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ ആരൊക്കെ വാതിൽ മുട്ടുകയാണെങ്കിലും ഇനി നമുക്ക് തുറക്കണ്ട കേട്ടോ. എന്നാൽ നവാസിൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. എന്നാൽ അതിനിടയിൽ ഷമ്മാസ് ചില കാര്യങ്ങൾ ഒപ്പിക്കുവാനുള്ള ഒരു പുറപ്പാടുണ്ടായിരുന്നു. കാരണം കള്ളനെ പിടിക്കണം, അല്ലാതെ പറ്റില്ല. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ വാതിലിന് മുട്ടിയത് ആരാണ് എന്നുള്ള കാര്യം പുറത്താകുമോ? അവൾ വേഗം മിസ്രിയെയും റാഹിലിയെയും സെമീറയെയും ഒക്കെ അതിനിടയിൽ പറയുന്നതും കേട്ടു. ശരിക്കും ഷമ്മാസിനറിയാമായിരുന്നു അതെ സൗദ നല്ല അഭിനയക്കാരിയാണ് എന്നുള്ളത്. അത് പ്രത്യേകമായിട്ട് മുഹ്സിൻ തങ്ങൾ പറഞ്ഞതുമാണ്. അതെ, ഈ നിലയിൽ സൗദ തുടരുകയാണെങ്കിൽ എന്തായിത്തീരും അവളുടെ അവസ്ഥ? പുത്തൻ വീട്ടിൽ അവളെ നിർത്തണമോ അതോ പറഞ്ഞയക്കേണ്ടി വരുമോ? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.